ഹായ്, ആതിര. ഇന്നത്തെ വീഡിയോയിൽ ക്വാർട്ടൈൽസ്, ഡിസൈൽസ്, പെർസെൻറ്റൈൽസ് ഒക്കെ കാണുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് Q1, Q3, D2, D9, P16, P65 ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റ തന്നിട്ടുണ്ട് 282, 754, 125, 765, 875, 645, 985, 235, 175, 875, 95, 905, 112, 155. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് റോ ഡാറ്റയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റയെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. നമുക്കറിയാം മീഡിയൻ ഒരു ക്വാർട്ടൈലാണ്. മീഡിയൻ നമ്മൾ കാണുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ ആദ്യം അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണിത്. നിങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും വാല്യൂ മിസ്സാവാതെ നോക്കുക, എണ്ണി നോക്കുക ലാസ്റ്റ് എല്ലാം ഇല്ലേ എന്നുള്ളത് കേട്ടോ. ദെൻ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ഓരോന്ന് കാണുമ്പോഴും അതിൻ്റെ പൊസിഷൻ അറിയണം. പൊസിഷണൽ ആവറേജുകളാണ് പാർട്ടീഷൻ വാല്യൂസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ആദ്യം അറിഞ്ഞിട്ട് വേണം നമുക്ക് അവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് Q1 ആയതുകൊണ്ട് പൊസിഷൻ ഓഫ് Q1 ഏതാന്ന് നോക്കുക. പൊസിഷൻ ഓഫ് Q1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ഒബ്സർവേഷനെ നമ്മൾ 4 ഈക്വൽ പാർട്ടായിട്ടാണല്ലോ ക്വാർട്ടൈൽസ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ n+1/4 വാല്യൂ എന്താ നോക്കുക. സ്മോൾ n പ്ലസ് n പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, n+1/4 വാല്യൂ കാണുക. വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ 13 ഒബ്സർവേഷൻ ആണുള്ളത്. അപ്പോൾ 13 + 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 3.5 എന്ന് കിട്ടും. അപ്പോൾ 3.5 ആണ് Q1 പൊസിഷൻ. അപ്പോൾ നോക്കുക, 3, 4 എന്ന് പറയുന്ന പൊസിഷനിൽ ഇവിടെ എന്താ ഉള്ളത്? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണല്ലോ Q1. അപ്പോൾ അത് Q1 കാണാൻ വേണ്ടിയിട്ട് Q1 ഈക്വൽ ടു എന്തായിരിക്കും? 154 കഴിഞ്ഞിട്ടുണ്ട്, അല്ല 155 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 155 പ്ലസ് ആണ്. ഓക്കെ, ഇതിൻ്റെ Q1 ഈക്വൽ ടു 155 3.5 ആണ്. അതായത് മൂന്നാമത്തെ വാല്യൂ കഴിഞ്ഞിട്ടാണത്. അപ്പോൾ 155 കഴിഞ്ഞിട്ടാണ്. 155 പ്ലസ് എന്തോ ആണ്. പ്ലസ് നമുക്ക് എത്ര ഡിഫറൻസ് ഉണ്ട്? 3.5 ആണ്. 0.5 ഡിഫറൻസ് ആണുള്ളത്. ഇൻറ്റു നാലാമത്തെ വാല്യൂ ഏതാ നോക്കുക, 175. തൊട്ടടുത്ത വാല്യൂ 175 മൈനസ് 155. ഓക്കെ, ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് നിങ്ങളുടെ Q1. ഓക്കെ, ഇവിടെ നോക്കുക, Q1 is equal to 155 plus 0.5 ഇൻറ്റു 175 മൈനസ് 155. അതായത് മൂന്നാമത്തെ പൊസിഷനിലുള്ള വാല്യൂ പ്ലസ് എത്രയായിരുന്നു? നമുക്ക് 3.5 ആയിരുന്നു. അപ്പോൾ 0.5 ആണ് എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ 0.5 ഇൻറ്റു നാലാമത്തെ പൊസിഷനിലുള്ള വാല്യൂ മൈനസ് മൂന്നാമത്തെ പൊസിഷനിലുള്ള വാല്യൂ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 165 കിട്ടും. സിമിലർലി പൊസിഷൻ ഓഫ് Q3 എന്ന് പറയുന്നത് 3n+1/4 ആണ്. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. Q1, Q2, Q3. അപ്പോൾ ഇവിടെ n+1/2 n+1/4, 2 into n+1/4, അടുത്തത് 3 into n+1/4 ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ 3 into n+1/4 വരുന്നത്. റോ ഡാറ്റ ആയതുകൊണ്ടാണ് സ്മോൾ n കേട്ടോ. 3 into n+1/4. അപ്പോൾ നമുക്കിവിടെ നോക്കാം, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 10.5 കിട്ടും. അതായത് 10ാമത്തെയും 11ാമത്തെയും ഒബ്സർവേഷൻ്റെ ഇടയിലായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ നോക്കുക, 10ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ 875 ആണ്. 11ാമത്തേതെന്ന് പറയുന്നത് 895 ആണ്. അപ്പോൾ 10ാമത്തെ ഒബ്സർവേഷൻ പ്ലസ് എത്രയാണ്? ഇവിടെയും 0.5 ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ 0.5 ഇൻറ്റു 11ാമത്തെ ഒബ്സർവേഷൻ 895 മൈനസ് 10ാമത്തെ ഒബ്സർവേഷൻ
ഇത് ഈക്വൽ ടു വാല്യൂ 885 എന്ന് കിട്ടി. അപ്പോൾ 2 ക്വാർട്ടൈൽസും കിട്ടി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വാർട്ടൈൽ കാണാൻ പറഞ്ഞാൽ നമ്മൾ 2 × n+1/4 കാണണം. എന്നിട്ട് ആ പൊസിഷൻ്റെ ഇതുപോലെ തന്നെ ചെയ്യാം. ദെൻ പൊസിഷൻ ഓഫ് D2 ഡിസൈലാണ് വരുന്നത്. ഇപ്പോൾ ഡിസൈൽ പറഞ്ഞാൽ 10 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 4ന് പകരം ഇവിടെ ഡിവൈഡ് ബൈ 10 വരും. അപ്പോൾ D2 ആയതുകൊണ്ട് I × നമ്മൾ കാണുന്നത് I × n+1/10 ഡിസൈലാകുമ്പോൾ. അപ്പോൾ I എന്ന് പറയുന്നത് നമ്മൾ എത്രാമത്തെ, ഇപ്പോൾ D2 ആണോ D1 ആണോ D3 ആണോ എന്നുള്ളതിനനുസരിച്ചാണ് ഈ I വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് D2 ആണ് കാണേണ്ടത്. അപ്പോൾ D2 is equal to 2 × n+1/10. അതെന്ന് പറയുന്നത് 2.8 കിട്ടും. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വാല്യൂസിനിടയിലാണ്. പക്ഷേ ഇവിടെ ഡിഫറൻസ് 0.8 ആണല്ലോ. അപ്പോൾ അത് മാറി. അപ്പോൾ നമുക്ക് D2 കാണേണ്ടത് 125. രണ്ടാമത്തെ ഒബ്സർവേഷൻ 125 ആയിരുന്നു. 125 പ്ലസ് ഡിഫറൻസ് 0.8 ഇൻറ്റു മൂന്നാമത്തെ ഒബ്സർവേഷൻ 155 മൈനസ് രണ്ടാമത്തെ ഒബ്സർവേഷൻ 125 which is equal to 149. അതുപോലെ തന്നെയാണ് D9. D9ൻ്റെ പൊസിഷൻ ആകുമ്പോൾ 9 × n+1/10 ആകും. അതിൻ്റെ വാല്യൂ 12.6 ആണ് വരുന്നത്. ദെൻ D9 is equal to 9th പൊസിഷനിലെ വാല്യൂ ഏതാണോ, 12th പൊസിഷനിലെ വാല്യൂ ഏതാണോ പ്ലസ് ഡിഫറൻസ് 0.6 ഇൻറ്റു 13ാമത്തെ വാല്യൂ ഏതാണോ മൈനസ് 12ാമത്തെ വാല്യൂ equal to 953 എന്ന് കിട്ടും. then ഇനി പെർസെൻറ്റേജിലേക്ക് പോകുമ്പോൾ പെർസെൻറ്റേജിൽ ആവുന്ന സമയത്ത് 100 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 100 ആണ് പൊസിഷൻ നോക്കുമ്പോൾ. അപ്പോൾ ഈ 16 ആയതുകൊണ്ട് 16 × n+1/100. അപ്പോൾ അതിൻ്റെ വാല്യൂ 2.24 കിട്ടും. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 125 പ്ലസ് ഡിഫറൻസ് എത്രയാണ് 0.24 ആണ്. 24 ഇൻറ്റു മൂന്നാമത്തെ വാല്യൂ മൈനസ് രണ്ടാമത്തെ വാല്യൂ ഈക്വൽ ടു 132.2. അടുത്തത് അതുപോലെ തന്നെ നമുക്ക് കാണാം 65ാമത്തെ പെർസെൻറ്റേജിലാണ്. അപ്പോൾ 65 × n+1/100. ആ വാല്യൂ നോക്കുക 9.1 ആണ്. അപ്പോൾ 9ൻ്റെയും 10ൻ്റെയും ഇടയിലാണ്. ഓക്കെ, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ P65 776 എന്ന് കിട്ടും. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഇത് നമ്മുടെ ഫ്രീക്വൻസി ഉള്ള ഡാറ്റയാണ്. ഡാറ്റ മാർക്ക് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി വരുന്ന ഡാറ്റയിൽ എങ്ങനെയാണ് Q1, Q3, D4, P20, P99 എന്നിവ കാണുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം നമ്മൾ കാണേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ചെറുതുനിന്ന് വലുതിലേക്കാണോ നോക്കുക, നമ്മുടെ എക്സ് വാല്യൂസ് ചെറുതുനിന്ന് വലുതിലേക്കാണോ നോക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ചെറുതുനിന്ന് വലുതിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ. 25 മുതൽ 80 വരെയാണ് വാല്യൂ പോകുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി ഉണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് 3, ദെൻ 3 + 29 കാണുക, ദെൻ 29 + 32 കാണുക. അങ്ങനെ ലാസ്റ്റ് ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ടുള്ള 302 ആണ് ഇവിടെ കിട്ടിയത്. അതുവരെ കിട്ടും. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. ദെൻ നമുക്ക് പൊസിഷൻ കാണണം. പൊസിഷൻ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളത് ക്യാപിറ്റൽ n+1/4 ആണ് ചെയ്യേണ്ടത്. ക്വാർട്ടൈലാവുമ്പോൾ ക്യാപിറ്റൽ n+1/4, അതായത് I ഇൻറ്റു ക്വാർട്ടൈൽസിൻ്റെ കേസിൽ Q ആവുമ്പോൾ I ഇൻറ്റു ക്യാപിറ്റൽ n+1/4 QI എന്നതിൻ്റെ പൊസിഷൻ കേട്ടോ. പൊസിഷൻ കാണുന്നത്. ദെൻ DI ആകുമ്പോൾ ഡിസൈൽസ് ആകുമ്പോൾ I ഇൻറ്റു ക്യാപിറ്റൽ n+1/10. പെർസെൻറ്റൈൽസ് ആകുമ്പോൾ PI is equal to I ഇൻറ്റു ക്യാപിറ്റൽ n+1/100. അപ്പോൾ റോ ഡാറ്റയുടെ കേസിൽ നമ്മൾ I ഇൻറ്റു സ്മോൾ n+1/ ആണ് ചെയ്തിരുന്നത്. ഫ്രീക്വൻസി ഡാറ്റ ആവുന്ന കേസിൽ I ഇൻറ്റു ക്യാപിറ്റൽ n+1/4 ആണ് ചെയ്യുന്നത്. ഇനി ക്ലാസും ഫ്രീക്വൻസി വരുന്ന കേസിൽ നമ്മൾ വേറെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്, 3 ആയിട്ടാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൽ ഫസ്റ്റ് എല്ലാത്തിൻ്റെയും പൊസിഷൻ കണ്ടുവച്ചിരിക്കുകയാണ്.
ഓക്കെ, നമുക്ക് കാണേണ്ടത് Q1ൻ്റെ പൊസിഷൻ, Q3യുടെ പൊസിഷൻ, ദെൻ D4ൻ്റെ പൊസിഷൻ, P20യുടെ പൊസിഷൻ, P99ൻ്റെ പൊസിഷൻ. ഈ ഓരോന്നിൻ്റെ പൊസിഷനാണ് ഇവിടെ ആദ്യം കണ്ടുവച്ചിരിക്കുന്നത്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കുക. n+1/4 Q1ൻ്റെ n+1/4 ആണ്, I1 ആണല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ 75.75 കിട്ടി. ദെൻ 3 × n+1/4 Q3, 3 × n+1/4 അതിൻ്റെ വാല്യൂ 227.25 കിട്ടി. അതുപോലെ D4 എന്ന് പറയുന്നത് 4 × n+1/10 അതിൻ്റെ വാല്യൂ 121.20 കിട്ടി. ദെൻ P20 20 × n+1/100 16.60. P99 എന്ന് പറയുന്നത് 99 × n+1/100 which is equal to 99 × 303/100 is equal to 299.97. ഓക്കെ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം നമുക്കിവിടെ ടോട്ടൽ 303 ആണ് തന്നിരിക്കുന്നത്. 275 + 227. അപ്പോൾ ഏതാ വാല്യൂ നോക്കിയിട്ട് ഒന്ന് ചെയ്യാം. n+1 302 തന്നെയാണ്. 302 + 1 303. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പൊസിഷൻസ് ഒക്കെ കണ്ടുവച്ചു. അപ്പോൾ ഫസ്റ്റത്തെ പൊസിഷൻ എന്ന് പറയുന്നത് Q1ൻ്റെ പൊസിഷൻ 75.75 ആണ്. അപ്പോൾ ഇത് നമ്മളിനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഈ വാല്യൂ എത്രയാണ്? ഫസ്റ്റത്തെ Q1 എന്ന് പറയുന്നത് 75.75 ആണ്. 75.75 ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരിക നോക്കാം. 64 വരില്ല, കാരണം 64 വരെ മാത്രമേ അവിടെ വരുള്ളൂ. അപ്പോൾ അടുത്തതിൽ 105 വരെയുള്ളതിലാണ് നമ്മുടെ 75 പോയിന്റ് വരിക. അപ്പോൾ അതിന് നേരെയുള്ള എക്സ് വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ Q1 ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ Q1 വരുന്നത് ആ 50 എന്ന് പറഞ്ഞ മാർക്കിന് നേരെയാണ്. ഓക്കെ, ഇവിടെ രണ്ട് ഡിഫറൻസ് കാണാനൊന്നുമില്ലല്ലോ. ഡയറക്റ്റ് ആയിട്ട് അതിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വാല്യൂ കാണാനുണ്ടോ? അതെങ്ങനെയാണ് കാണുക വെച്ചാൽ നമുക്കിവിടെ നോക്കാം. നമ്മുടെ വാല്യൂ 75 പോയിന്റ് സംതിങ് ആണ് അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ കേസിൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് 75 ഉണ്ടായിരിക്കാം. തൊട്ടടുത്ത് വേറെ ഏതൊരു 80 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ രണ്ട് വാല്യൂവിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിടക്കുക അല്ലേ? 75.5 ഉള്ളൂ. അപ്പം നമ്മൾ ഡിഫറൻസ് എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട് 75.5 എന്ന് പറയുന്നത് 50യുടെ നേരെയാണുള്ളത് അല്ലേ? 105 എന്ന് പറഞ്ഞ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ്. അപ്പോൾ ഇവിടെ നോക്കുക, അതിന് നേരെയുള്ള എക്സ് വാല്യൂ അല്ലേ? 75ന് നേരെ വരുന്ന എക്സ് വാല്യൂ 75.75 ആണ് വാല്യൂ. അപ്പോൾ 75 എന്ന് പറഞ്ഞ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് 75നും 76നും ഇടയിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 75ന് നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ല, എക്സ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ദെൻ പ്ലസ് 0.75 ആണ് ആ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ 0.75 ഇൻറ്റു 75ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എന്താ നോക്കുക. അതുപോലെ 76ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ നോക്കുക. അതാണ് ഈ 50 - 50. നമ്മുടെ കേസിൽ രണ്ടും സെയിം ആയതുകൊണ്ട് 50 - 50 വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Q1 50 എന്ന് കിട്ടും. അതുപോലെ തന്നെ Q3 കാണാം. Q3 നമ്മൾ ഇതുപോലെ തന്നെയാണ് കാണുന്നത്. ആ പൊസിഷൻ നോക്കുക. ആ പൊസിഷനിൽ അതേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ഏത് എക്സ് വാല്യൂ ആണോ നോക്കുക. അത് ഡിഫറൻസ് ഏതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ഏത് തൊട്ടടുത്ത നമ്പേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരിക്കലും പോയിന്റ് വാല്യൂ വരില്ല. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും പോയിന്റ് വരില്ല. അപ്പം നമ്മൾ തൊട്ടടുത്ത ഇൻറ്റീജേഴ്സ് ഏതാണെന്നാണ് നോക്കുന്നത്. ആ രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വാല്യൂ കിടക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് വാല്യൂവിൻ്റെ ഇടയിൽ ആണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ആ രണ്ട് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ രണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതാണോ എക്സ് വാല്യൂ അതാണ് നമ്മളിവിടെ ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ രണ്ട് സെയിം ആയതുകൊണ്ടാണ് ഈ 67 - 67 52 - 52 ഒക്കെ വന്നത്.
ചിലപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സുകളായിട്ടും വരാറുണ്ട്. നമ്മൾ മീഡിയം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് കാണാം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസും ഫ്രീക്വൻസി ആവുന്ന കേസിൽ. ക്ലാസും ഫ്രീക്വൻസി ആവുന്ന കേസിൽ നമുക്ക് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് QI is equal to LI plus I into N/4 minus M by F into C. ഇവിടെ ക്വാർട്ടേഴ്സ് കാണുന്ന പ്രോബ്ലം ആണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ആദ്യം നോക്കേണ്ട കാര്യം ക്ലാസ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത്. നമ്മുടെ ഈ കേസിൽ ക്ലാസ് കണ്ടിന്യൂസ് ആണ്. 0, 5, അടുത്ത 5ൽ 10 അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആക്ച്വൽ ക്ലാസ് കണ്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ക്ലാസ് ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ക്വാർട്ടൈൽസ് ആണ് കാണാനുള്ളത്. ക്വാർട്ടൈൽസിൻ്റെ ജനറൽ ഇക്വേഷൻ QI is equal to LI plus IN/4 minus M by F into C. Then ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുവച്ചാണ്. ഇപ്പോൾ ഈ Q1 ഉം Q2 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ? ഫസ്റ്റത്തെ 7, then 7 plus 18, 25, 20, then 25 plus 25, 50, അങ്ങനെ ടോട്ടൽ ഫ്രീക്വൻസി 100 വരെ കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിൻ്റെ പൊസിഷനും അതിൻ്റെ വാല്യൂവും കാണും. ഇപ്പോൾ Q1, Q2, Q3 എന്നിവയാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. ഇപ്പോൾ Q1 എന്ന് പറയുന്നത് എന്താ? L1 plus N/4 minus M by F into C. അപ്പോൾ പൊസിഷൻ ഓഫ് Q1 കാണാൻ നമ്മൾ N/4 ചെയ്യാം. ഓർക്കുക, റോ ഡാറ്റയുടെ കേസിൽ നമ്മൾ പൊസിഷൻ കണ്ടിരുന്നത് I into small n plus 1 by ഏതാണ്? പെർസെൻറ്റൈലാണെന്ന് വെച്ചാൽ 100, ഡിസൈലാണെന്ന് വെച്ചാൽ 10, ക്വാർട്ടൈലാണെന്ന് വെച്ചാൽ 4. അത് ചെയ്തിട്ടാണ് പൊസിഷൻ കണ്ടിരുന്നത്. ദെൻ ഫ്രീക്വൻസി ഡാറ്റ വന്ന കേസിൽ നമ്മൾ I into ക്യാപിറ്റൽ N plus 1 by 4, 10, 100 ഏത് പാർട്ടീഷൻ വാല്യൂ ആണോ അതിനനുസരിച്ച്. അപ്പോൾ ക്ലാസ് ഫ്രീക്വൻസി വരുന്ന കണ്ടിന്യൂസ് ഫ്രീക്വൻസി വരുന്ന കേസിൽ നമ്മൾ I into N/4 ആണെങ്കിൽ 4, 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100 അതാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ Q1 ആയതുകൊണ്ട് N/4 ആണ് കാണേണ്ടത്. is equal to 25 എന്ന് കിട്ടും. അപ്പോൾ 25 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ്. ഇവിടെ നോക്കുക, 25 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ഡയറക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 25 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ആണ് 5 to 10. അപ്പോൾ 5 to 10 വരുന്ന ക്ലാസ് ആണ് നമ്മുടെ Q1 ക്ലാസ്. എന്നിട്ട് അതിലെ ലോവർ ലിമിറ്റ് എത്രയാ? 5. ആ L is equal to 5 കിട്ടും L1. ദെൻ അവിടുത്തെ M, അതായത് അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് M, അപ്പോൾ 7 കിട്ടും. ദെൻ F, ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി is equal to 18 കിട്ടും. ദെൻ C എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ വിഡ്ത്ത്, അത് 5 ആണ്. അങ്ങനെ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് നമുക്ക് Q1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. ദെൻ Q2 is equal to L2 plus 2N/4 minus M all divided by F into C. ഇതുപോലെ തന്നെ പൊസിഷൻ ഓഫ് Q2 എന്ന് പറയുന്നത് 2N/4 ചെയ്യാം. അതിൻ്റെ വാല്യൂ 50 കിട്ടും. ആ 50 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ്, 50 വരുന്ന ക്ലാസ് അതാണ് Q2 ക്ലാസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോവർ ലിമിറ്റ് F, M, C ഒക്കെ ചെയ്യാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Q2 അല്ലെങ്കിൽ മീഡിയൻ എന്നുള്ളത് 15 കിട്ടും. Q3യും അതുപോലെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, Q3യും 3N/4 ആണ് പൊസിഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ കാണാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഏതാന്ന് നോക്കുക. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നോക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ കാൽക്കുലേറ്റ് D4, D7, P30, P65. ഇതേപോലത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഡിസൈൽസും പെർസെൻറ്റേൽസും കാണാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ 4 കണ്ടിരുന്നിടത്ത് നമ്മളിവിടെ ഡിവൈഡ് ബൈ 10 ആയിരിക്കും. ഡിസൈലാവുമ്പോൾ ഡിവൈഡ് ബൈ 100 ആയിരിക്കും. പെർസെൻറ്റേലായിരിക്കുമ്പോൾ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ക്ലാസ് കണ്ടിന്യൂസ് അല്ല. 0 to 9 അടുത്ത് 10ലാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആദ്യം ആക്ച്വൽ ക്ലാസ് കാണണം. ടേബിൾ ഇതാണ്, ക്ലാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വൽ ക്ലാസ് കണ്ടിട്ടുണ്ട്. ആക്ച്വൽ ക്ലാസ് എങ്ങനെയാണ് കാണുക? ഫസ്റ്റത്തെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിലേക്ക് 0.5 ആഡ് ചെയ്യും. അപ്പോൾ -0.5 to 9.5, അടുത്ത് 9.5 to 19.5, അങ്ങനെ ലാസ്റ്റ് വരെ വരും. ഓക്കെ, ദെൻ ഫ്രീക്വൻസീസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാണാം.
ഓക്കെ 4 പ്ലസ് 6 10 10 പ്ലസ് 15 25 അങ്ങനെ ലാസ്റ്റ് ടോട്ടൽ ഫ്രീക്വൻസി 200 ആണ്. അതുവരെ കിട്ടും. ദെൻ ഡി ഐ എന്ന് പറയുന്നത് ഡിസൈൽ എന്ന് പറയുന്നത് ഡി ഐ is equal to LI പ്ലസ് ഐ ഇൻറ്റു എൻ ബൈ 10 മൈനസ് എം ബൈ എഫ് ഇൻറ്റു സി ആണ്. D4 കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം D4ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 4n/10 ആണ്. അതാദ്യം കാണണം. D4 is equal to 4n/10 അതിൻ്റെ വാല്യൂ 80 എന്ന് കിട്ടും. ആ 80 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ നോക്കുക 47 കഴിഞ്ഞാൽ പിന്നെ 82 ആണ്. അപ്പോൾ 82ലാണ് നമ്മുടെ D4 എന്ന് പറഞ്ഞ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്, പൊസിഷൻ വരുന്നത്. അപ്പോൾ 80 എന്ന് വരുന്നത് അവിടെ ആയതുകൊണ്ട് അതിന് നേരല്ല ആക്ച്വൽ ക്ലാസ് എടുത്താൽ മതി. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ആക്ച്വൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതാണ് എടുക്കുന്നത്. ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്നത് 39.5 to 49.5 ആണ്. ദെൻ അതിലെ ലോവർ ലിമിറ്റ് അതിൻ്റെ ഫ്രീക്വൻസി എഫ്, അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എം, ആ ക്ലാസ്സിൻ്റെ വിഡ്ത്ത് സി. ഇവിടെ L4 is equal to 39.5, M is equal to 47, F is equal to 35, C is equal to 10 എന്നിങ്ങനെ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ D4 is equal to 48.93 കിട്ടും. സിമിലർലി D7 നമുക്ക് കാണാം. 7n/10ൻ്റെ പൊസിഷൻ വാല്യൂ നോക്കുക, അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നോക്കിയാൽ പൊസിഷൻ കിട്ടും, അതായത് ക്ലാസ് കിട്ടും, D7 ക്ലാസ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് L, F, M, C ഒക്കെ കണ്ടുപിടിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 62.83 എന്ന് D7ൻ്റെ വാല്യൂ കിട്ടും. സിമിലർലി PI എന്ന് പറയുന്നത് LI പ്ലസ് IN/100 മൈനസ് M/F ഇൻറ്റു C ആണ്. അപ്പോൾ നമ്മൾ പൊസിഷൻ കാണേണ്ടത് I ഇൻറ്റു N/100 ആണ്. അപ്പോൾ P30 ആവുമ്പോൾ 30 ഇൻറ്റു N/100 ആണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. വാല്യൂ 60 കിട്ടി. അപ്പോൾ ആ 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. ആ ഫ്രീക്വൻസിക്ക് നേരെ വരുന്ന ക്ലാസ് ഏതാ നോക്കുക. ആ ക്ലാസ് എന്ന് പറയുന്നത് 39.5 to 49.5, അതായത് നമ്മുടെ D4 തന്നെയാണ് ഇവിടെയും വരുന്നത്, അതേ ക്ലാസ് തന്നെയാണ്. അപ്പോൾ അതേ വാല്യൂ തന്നെ L, M, F ഒക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 43.21 എന്ന് കിട്ടും. സിമിലർലി P65 നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.